നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയെ സംബന്ധിച്ച് വളരെ നടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഒരു ഔദ്യോഗിക വിരുന്നിനിടെ വെടിവയ്പ് നടന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ ശനിയാഴ്ച രാത്രി നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ആ വേദിയിൽ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വെടിയൊച്ച കേൾക്കുന്നത്. വെടിയൊച്ച കേട്ട ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ ട്രംപിനെ വേദിയിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വെടിവയ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതായത് അതീവ സുരക്ഷാ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അക്രമി ഇപ്പോൾ വെടിയുതിർത്തത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് വരെ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് അക്രമി ട്രംപിന്റെ അടുത്ത് എത്താഞ്ഞത്. ഡൊണാൾഡ് ട്രംപിനെയും പ്രഥമ വനിത മെലാനിയെയും സംഭവ സ്ഥലത്ത് നിന്ന് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ചു. മാധ്യമ പ്രവർത്തകരും ലോക പ്രശസ്തരായ വിശിഷ്ട അതിഥികളും പങ്കെടുത്ത വർണ്ണാഭമായ വിരുന്നിനിടെയാണ് പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ വെടിയൊച്ചകൾ കേട്ടത്. ഇതോടെ പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ തന്നെ ഭയം കൊണ്ട് ചിതറി ഓടുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. പലരും ഹാളിലെ മേശകൾക്ക് താഴെയാണ് അഭയം പ്രാപിച്ചത്. വെടിയൊച്ച കേട്ട നിമിഷം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി വേദി വളയുകയും പ്രസിഡന്റിനെ വലയത്തിലാക്കി ഹാളിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു. ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടില്ല. വെടിവെച്ച് കേട്ടതോടെ ട്രംപിനെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വളയുന്നതിൻ്റെയും അദ്ദേഹത്തെ സുരക്ഷിതരായി വേദിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു വധശ്രമം ഇപ്പോൾ നടന്നിരിക്കുന്നത്. തലനാരിഴയ്ക്ക് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അക്രമി അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ടായിരുന്നു. സംഭവം നടന്ന വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കനത്ത പോലീസ് നിരീക്ഷണത്തിലായി. ഹോട്ടലിന് മുകളിൽ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറന്നു. സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുകയും ഹോട്ടലിലേക്കുള്ള വഴികളെല്ലാം അടയ്ക്കുകയും ചെയ്തു. തോക്കുകളേന്തിയ ടാക്ടിക്കൽ ടീമുകൾ പ്രസിഡന്റ് ഇരുന്നിരുന്ന വേദിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. വലിയ സുരക്ഷാ വീഴ്ചയാണിത്. വെടിയുതിർത്ത വ്യക്തിയെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണത്തിന്റെ ലക്ഷ്യമോ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇനി വരും മണിക്കൂറിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ വിചാരിക്കാം. ഇയാൾ എവിടെയുള്ള പൗരനാണ്? എന്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്? ഡൊണാൾഡ് പ്രസിഡന്റ് ട്രംപിനെ നേരെ വെടിയുതിർക്കുക തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഇനി മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്നും അദ്ദേഹത്തിന് പരിക്കുകളില്ലെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വാഷിംഗ്ടണിലുണ്ടായ ഈ വെടിവയ്പ് അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതർ ഒത്തുചേർന്ന വേദിയിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ചയുണ്ടായത് വലിയ ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപിന് കൂടുതൽ സുരക്ഷയൊരുക്കും. 5 മുതൽ 8 തവണ വരെ വെടിയൊച്ച കേട്ടെന്നും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചും US മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും വിരുന്നിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇവരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചിട്ടുണ്ട്. വേദിയുടെ നിയന്ത്രണം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ട്രംപ്, മെലാനിയ, വൈറ്റ് ഹൗസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുൾപ്പെടെയുള്ള പ്രധാനികളാണ് വേദിയിൽ ഉണ്ടായിരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥരും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും ഡൊണാൾഡ് ട്രംപ് പിന്നീട് പ്രതികരിച്ചു. വെടിവയ്പ് സംഭവത്തിന് ശേഷം ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പ്രതികരണം. വാഷിംഗ്ടൺ DC-യിലെ വൈകുന്നേരം സീക്രട്ട് സർവീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അവർ പെട്ടെന്ന് ധൈര്യത്തോടെ പ്രവർത്തിച്ചു. വെടിവെച്ചയാളെ പിടികൂടിയിട്ടുണ്ടെന്നും പോലീസിന്റെ നിർദ്ദേശപ്രകാരം പരിപാടി തുടരണമെന്നാണ് ഞാൻ പറയുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും ഇന്നത്തെ വൈകുന്നേരം നേരത്തെ ആസൂത്രണം ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്നാണ് ട്രംപ് പിന്നീട് കുറിച്ചത്. ഈ സംഭവത്തിന് ശേഷം അവിടെ ഡിന്നർ പരിപാടികളെല്ലാം തന്നെ
സുരക്ഷാ വലയത്തിൽ പുനരാരംഭിച്ചു. ട്രംപിന്റെ നിർദ്ദേശത്തോടെയായിരുന്നു ഇത്. ട്രംപ് പരിപാടിയിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങിയെങ്കിലും US ഉദ്യോഗസ്ഥർ അതിനനുവദിച്ചില്ല എന്നാണ് CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വൈറ്റ് ഹൗസ് ലേഖകരായ മാധ്യമ പ്രവർത്തകരാണ് അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത്. ബോൾറൂമിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഹോട്ടലിന്റെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ലോബിയിലും പൊതു ഇടങ്ങളിലും സുരക്ഷ കുറവായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സുരക്ഷാ വിടവാണ് സംഭവത്തിന് പ്രധാന കാരണമെന്നും തെളിഞ്ഞു. പരിപാടി നടക്കുന്ന ഹോട്ടൽ സാധാരണയായി പൂർണ്ണമായും അടച്ചിടാറില്ല, പക്ഷേ പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കും. അതുകൊണ്ടാണ് വെടിവയ്പ് നടത്തിയ ആൾക്ക് ആയുധവുമായി ഹോട്ടലിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതെന്നും കരുതപ്പെടുന്നു. വർഷങ്ങളായി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലാണ് അത്താഴം നടന്നു വരുന്നതെന്നും പരമ്പരാഗതമായ ഹോട്ടൽ പൂർണ്ണമായും അടച്ചിടാറില്ലെന്നും റിപ്പോർട്ടുണ്ട്. സുരക്ഷാ ഏജൻസികൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബോൾറൂമിലും VIP ഏരിയയിലുമാണ്. അതേസമയം മറ്റു സ്ഥലങ്ങളിലേക്ക് ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാം. പരിപാടി നടക്കുന്നതിനിടെ ഹോട്ടൽ ലോബിക്ക് ചുറ്റും പെട്ടെന്ന് വെടിയൊച്ചകൾ കേട്ടു. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് നിരവധി തവണ ഉച്ചത്തിലുള്ള വെടിയൊച്ചകൾ കേട്ടു. അത് അകത്തുള്ളവരെയും പരിഭ്രാന്തരാക്കി. US സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ ഉടൻ തന്നെ പ്രതികരിക്കുകയും ട്രംപിനെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും ഹോട്ടലിൽ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കളും ഉടൻ തന്നെ ഒഴിപ്പിച്ചു. സുരക്ഷാ ഏജൻസികൾ ഹോട്ടൽ മുഴുവൻ വളഞ്ഞു. നാഷണൽ ഗാർഡ് സൈനികരെ അകത്ത് വിന്യസിച്ചു. ഹോട്ടലിൽ വെച്ച് തന്നെ വെടിവയ്പ് നടത്തിയയാളെ സുരക്ഷാ സേന പിടികൂടിയതായി മറ്റു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പറയുന്നു. എന്നിരുന്നാലും ഇത്രയും വലുതും സെൻസിറ്റീവുമായ ഒരു സംഭവം നടന്നിട്ടും ഹോട്ടലിലെ പൊതുസ്ഥലങ്ങളിലെ സുരക്ഷയുടെ അഭാവമാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത്. സംഭവത്തിന് മുമ്പ് തന്നെ ഹോട്ടൽ പരിസരത്ത് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ചില പ്രകടനക്കാർ റെഡ് കാർപ്പറ്റിലേക്ക് എത്തി പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. കൂടാതെ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള അതിപ്രധാന വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിനിടെ ഉണ്ടായ ഈ സുരക്ഷാ വീഴ്ച US ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ആയുധവുമായി ഒരാൾക്ക് എങ്ങനെ പ്രവേശിക്കാനായി എന്നത് സംബന്ധിച്ച് FBI-യും സീക്രട്ട് സർവീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും പലതവണ ട്രംപിന് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. ഒരു വട്ടം അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയും വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ചെവിക്ക് തൊട്ടരികിലൂടെയാണ് അത് ചീറിപ്പാഞ്ഞത്. അതിനുശേഷം അവിടെ നിന്ന് രക്തം വരികയും രക്തം മുഖത്തേക്കായിട്ടും അവിടെ നിന്ന് പ്രസംഗിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ട്രംപിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നടന്നിട്ടുള്ളതും അതീവ സുരക്ഷാ ലംഘനമാണ്. ഇനി ആരാണ് പ്രതി? എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം? ഇയാൾ എവിടെയുള്ള ആളാണ്? അമേരിക്കൻ പൗരനാണോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതോ മറ്റുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ചാരനാണോ എന്നുള്ളത് കൂടി ഇനി ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു.